കുട്ടികളോട് കളിക്കാൻ പോയിക്കോളാം. അമ്മ ഈ ചട്ടിക്ക് എത്ര പഴക്കണ്ട് പറഞ്ഞ എത്ര കൊല്ലം അമ്മ ഒരു പ്രസാദം കൂടിയും കൊടുന്നില്ല കേട്ടോ. ആ ചന്ദനം വാങ്ങുന്ന സ്ഥലം കുടിരിപ്പും താമസമൊക്കെ എന്നോ കഴിഞ്ഞിട്ടു. പക്ഷെ അടുപ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അച്ഛൻ അടുക്കള പുറത്ത് അമ്മയ്ക്ക് ഒരു 2 അടുപ്പൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് പാത്രം കഴുകണ റാക്കൊക്കെ. അപ്പൊ അതൊക്കെ കാണാനായിട്ട് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ് അമ്മ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇതാ ബസ്സിന് ഇങ്ങനെ നമ്മുടെ പെരിന്തമണ്ണ നാട് വരെ എത്തിയിട്ടുണ്ട്. പാതാക്കര എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിന്ന് പാടത്ത് കൂടെയാണ് വീട്ടിലേക്ക് പോണേ. അപ്പൊ പാടത്തിന്റെ ചന്തൊക്കെ വീഡിയോ ആക്കി ഇങ്ങനെ കാണിക്കാലോ ഓർത്തു. പക്ഷെ ഉണ്ടല്ലോ ഇപ്പൊ ഈ മഴക്കാലല്ലേ, പുല്ലും പൊന്തയും പൊന്തിയിട്ട് നമ്മളെ വരമ്പോ ഒന്നും കാണാനില്ല. വീട്ടിലേക്ക് പോണ വരമ്പേ കാണാനില്ല, അത്രയ്ക്ക് പുല്ലും പൊന്തിയാണ്. അച്ചച്ച അക്കരെ കണ്ടത്തില് പുല്ലരിയ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ കയ്യും കലാശമൊക്കെ കാട്ടുണ്ട്. അച്ചച്ച അതൊന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ വേറൊരു വഴിയില്ല, കൂക്കി അർത്തു. അച്ചച്ച കണ്ടു 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 ഞങ്ങളെ മനസ്സിലായിട്ടാണ് അവിടുന്ന് ഇങ്ങനെ കൈയൊക്കെ കാട്ടി എന്തൊക്കെയോ കാണിക്കണെന്നാണ് ഞാൻ ഓർത്തത് കേട്ടോ. അവിടെ എത്തിയപ്പോൾ അറിഞ്ഞത് മനസ്സിലായിട്ടൊന്നല്ല, അത്ര ആയിക്കോടെ വരാൻ വഴിയില്ല, അമ്പലത്തിന്റെ പിന്നിക്കൂടെ ഇങ്ങോട്ട് കയറിക്കോളും എന്നാണ് അത്ര ആക്ഷൻ കാട്ടിയത് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്തായാലും അത് മനസ്സിലായിട്ടൊന്നുമില്ലെങ്കിലും ഇത് കൂടെ ഇനിയിപ്പോ അപ്പുറത്തേക്ക് പോകാൻ വേറെ വഴിയില്ല എന്ന് കണ്ടപ്പോ പാടത്തിന്റെ തലക്ക് അമ്പലം ഉണ്ട്. അമ്പലത്തിന്റെ പിന്നാമ്പുറത്തൊരു ഗേറ്റും പിന്നെ ഒരു ചെറിയ ഭാഗം പൊട്ടീനും ആയിക്കോട്ടെ, ഒന്നും ആരും പോവാൻ പാടില്ലായിരിക്കും. ഇപ്പൊ എന്താ പറയാ, നമ്മൾ ശുദ്ധത്തിലൊക്കെയാണ് വൃത്തിയിലൊക്കെ ആണല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ കൂടെ തന്നെ കേറി. നേരെ മറിച്ച് രാവിലെ ഇറച്ചിമീനൊക്കെ തിന്നണമെങ്കിൽ പിന്നെ എങ്ങനെ അമ്പലപ്പറമ്പ് കൂടെ കയറിയ ദൈവേന്നൊക്കെ ഓർത്തു. അപ്പോട്ടോ എന്തായാലും ഭാഗ്യത്തിന് അമ്പലത്തിന്റെ ഉള്ളിൽ കൂടെ തന്നെ കയറി നമ്മളെ വീട്ടിലേക്ക് പോവാൻ പറ്റി. ഇത് നടവഴിയൊന്നും അല്ലല്ലോ, അമ്പലത്തിന്റെ ബാക്ക് ഭാഗമല്ലേ, അങ്ങനെ കയറി ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട്. അച്ഛനെ വണ്ടി ഉമ്മർത്തെത്തും. ഇപ്പൊ നല്ല മഴ പെയ്യുമ്പോഴാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൂ വണ്ടിയൊക്കെ ഇറക്കാനായിട്ട്. ഈ പാടം മുറ്റ പക്ഷെ ഒരു പുല്ലില്ലാണ്ട് കൊണ്ടിറക്കുന്നുണ്ട് കേട്ടോ അച്ഛമ്മയും കൂടെ. അതാണ് അച്ചപ്പ ഉണ്ടാക്കിയിട്ടുള്ള പാത്രം കഴുകുന്ന തൊട്ടി. പ്ലംബിങ് കഴിഞ്ഞിട്ടില്ലേ, അതിന് മെല്ലെ ഉള്ളൂ. അപ്പൊ വീതന എങ്ങനെയാണ് കേട്ടോ, കുഞ്ഞു വീതനയില് വലിയൊരടുപ്പും കുഞ്ഞൊരടുപ്പും. അമ്മയ്ക്ക് ഇങ്ങനെ അടുപ്പൊക്കെ പൂട്ടുമ്പോ പാടവും എന്താ പറയാ പാടത്തെ ആ ഒരു പച്ചപ്പും ബൈക്കളെ മയിലിനെ എന്തെന്തൊക്കെ കാര്യങ്ങൾ അറിയോ കാണാൻ പറ്റിയ. ഞാൻ അമ്മയടുത്ത് എപ്പോഴും പറയും, എന്തിനാ അമ്മയെ കുറെ സ്വത്തും മുതലും, അമ്മയ്ക്ക് ഇത്രയും നല്ല കാഴ്ചയുണ്ട്, എല്ലാ ദിവസവും ഉണർന്ന് എന്താ പറയാ ഒരു ദിവസം തുടങ്ങിക്കൂടെ, അതൊക്കെ വലിയൊരു ഭാഗ്യല്ലേ അല്ലേ. അപ്പൊ അച്ഛമ്മ രാവിലെ നേരത്തെ പാലൊക്കെ കാച്ചിയാണ്. ഞങ്ങള് നേരത്തെ എത്താനൊക്കെ പാടല്ലേന്ന് ഓർത്തിട്ടേ. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഉദ്ഘാടനമായിട്ട് ഇമ്മക്ക് എന്തെങ്കിലും ഇതും ആക്കണ്ടേ. അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കണത് ഈ നോൺ വെജ് ഒന്നും പറ്റൂലല്ലോ എന്നോർത്ത് നമ്മളിന്ന് സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചെറിയ അനിയത്തി ഉണ്ണിയോളും ഇവിടെ ഉണ്ട് കേട്ടോ. അവളിന്ന് ഇപ്പൊ അവൾക്കൊരു ബ്യൂട്ടീഷ്യൻ വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. അവൾ ഉണ്ണിയോളും ഇവിടെ ഉണ്ട്. പിന്നെ ചേച്ചി വന്നിട്ട് ഓള് മേലെപ്പുറത്തായിരുന്നു ഈ നേരത്ത്. പായസം പകുതി ആയപ്പോഴത്തേക്കും പിന്നെ ഓള് വന്നു. ഓളും മേഴ്ത്തിമോളൊക്കെ ഉണ്ടായിരുന്നു, വല്യമ്മയൊക്കെ. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാന്നോർത്തപ്പോ എന്റെ താട്ടം വന്നു. താട്ടനെ രാവിലെ തുടങ്ങിയ വിളിയാട്ടോ. ഞങ്ങൾ എപ്പോ ചെന്നാലും ഞങ്ങളെ താട്ട വരും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും. പക്ഷെ താട്ട വരുന്നതിന്റെ മുന്നേ വീഡിയോ എടുത്താ ആവും. ഓ വന്നാ പിന്നെ ഞാൻ ഫോൺ തൊടേ ചെയ്യില്ല. ഓൻ ചിലപ്പോ ഇനിയും ഫോണും കൂടി എടുത്തിട്ട് ആ പാടത്തേക്ക് എറിയും. എത്ര കുട്ടി വീതനയാണ് അറിയോ. എന്താ വെച്ചാൽ അടുക്കള പുറത്ത് അതിനുള്ള സ്ഥലം ഇല്ലേ, ഒരാൾക്ക് നെല്ലം പോലെ നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ആ ഒരു സ്ഥലത്താണ് അച്ഛൻ ഇങ്ങനെ ഒരു കുട്ടി വീതന ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്റെ ടൈൽസും. പിന്നെ ഈ വലിയ അടുപ്പിന്റെ അടുത്തുള്ള കുഞ്ഞു അടുപ്പിലില്ലേ കുഞ്ഞു പാത്രങ്ങളൊക്കെ ഇരിക്കുള്ളൂ. ഇതുപോലുള്ള വലിയ പാത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ തിണ്ടത്ത് അങ്ങനെ മുട്ടും. അപ്പൊ അതിൽ കുഞ്ഞേ ചട്ടിയും കുഞ്ഞേ പാത്രമൊക്കെ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ. വലിയ അടുപ്പുണ്ടല്ലോ, അതിൽ നമുക്ക് വലിയ വലിയ സാധനമൊക്കെ വെക്കാലോ. അടുക്കളപ്പുറത്ത് തിണ്ണേ തന്നെ നമുക്ക് ഇരുന്ന് ആരെങ്കിലും അടുപ്പൊക്കെ കൂട്ടി വെച്ചുണ്ടാക്കുമ്പോ വർത്താനൊക്കെ പറയാം. ഇനിയിപ്പോ വീട്ടില് ഏറ്റവും കൂടുതൽ സമയം എല്ലാവരും കൂടി ചെലവഴിക്കുക ഇവിടെ തന്നെയാവും. ഞങ്ങൾ ചെറിയ കുട്ടികളാവുമ്പോൾ ഞങ്ങൾ പഴയ വീട്ടില് ഞങ്ങളമ്മ വീടിന്റെ പുറകുവശത്ത് ഇങ്ങനെ ഇരുന്നിട്ട് കത്തിക്കണ വീതനം ഉണ്ടാവൂലേ, ഈ മണ്ണോണ്ടൊക്കെ ഉണ്ടാക്കണ അങ്ങനത്തെ ഉണ്ടാക്കൂട്ടോ. അപ്പൊ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോ അങ്ങനെ അവിടെ പോയി ഇരിക്കും, ആ നിലത്തുള്ള വീതയുടെ ചുറ്റും. അപ്പൊ അമ്മ അപ്പൊ തന്നെ ചായക്ക് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഞങ്ങൾ ആ ഒരു വീതന കണ്ണിയുടെ ചുറ്റിരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു. ആ ഒരു ഓർമ്മയൊക്കെയാണ് എനിക്ക് പുറത്തെ വീതനൊക്കെ ഉണ്ടാക്കി നമ്മളെ അടുക്കള പുറത്തെ തിണ്ടത്തിരുന്ന് ചായ കുടിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്തപ്പോ തോന്നിയത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അച്ഛടുത്ത് പറയായിരുന്നു ഒരു ദിവസം എൻ്റെ കൂടെ ചെറുപ്പശ്ശേരിക്കൊന്ന് പോരുമോന്ന്. അച്ഛ ഒരു നേരെ വന്ന് നമുക്ക് വീതന എപ്പായി ചെങ്ങായി വരണ്ടേന്ന് എന്താ പറയാൻ കേട്ടോ. അച്ഛ എപ്പോഴും വരാൻ
എടുക്കാന്ന് പറയും. അച്ഛക്ക് വണ്ടി ഓട്ടോ ഒക്കെ അല്ലേ, സ്കൂൾ ട്രിപ്പ് ഒക്കെ എടുക്കണ്ടേ, അങ്ങനെ നേരം കിട്ടൂല. നമ്മള് പിന്നെ നമ്മുടെ വീതന നേരേക്ക് ആളെ കൊണ്ട് തന്നെ അടുപ്പും കെട്ടിക്കാം എന്നുള്ളൊരു പ്ലാനിലുമാണ്. നമുക്കവിടെ വീതന ഉണ്ട്, അടുപ്പായിട്ടില്ല എന്ന് മാത്രം. അടുപ്പ് കഴിഞ്ഞു, അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. എത്രയും പെട്ടെന്ന് ഇതുപോലെ ഒരു അടുപ്പൊക്കെ ആക്കി എടുക്കണം. അത് എന്നിട്ട് വേണക്കിന്ന് തീപൂട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇങ്ങനെ അടുപ്പത്ത് നിന്ന് അടുപ്പും കടിയിൽ നിന്ന് പായസമൊക്കെ ഉണ്ടാക്കണു, എന്താപ്പോ കൂട്ടം കൂടണു ഒക്കെ അപ്പ നല്ല അറുമാന്തിച്ച് കഴിഞ്ഞു. പക്ഷെ ആ പുകയെല്ലാം കൊണ്ട് അന്ന് വൈകുന്നേരം തന്നെ എന്റെ അനിയത്തിക്ക് നല്ല ശ്വാസം മുട്ടിളകി. ഹോസ്പിറ്റലിലൊക്കെ പോയി ആവി പിടിക്കലും ഇഞ്ചക്ഷൻ വെക്കലും വേണ്ട അങ്ങോട്ടായിരുന്നു. കണ്ടില്ലേ, ഉണ്ടാക്കാനൊക്കെ ഓള് വലിയ മിടിക്കുക. ഓൾക്കും പറ്റില്ല പുകയും പൊടിയൊന്നും, ഇക്കും പറ്റില്ല പുകയും പൊടിയൊന്നും. എനിക്ക് പിന്നെയും സഹിക്കാം, ഓൾക്ക് ഒട്ടും പറ്റൂല കേട്ടോ. പറയുമ്പോ ഇവിടെ ഒന്നും ഇങ്ങനെ അധികം പുക നമ്മളെ മുഖിക്ക് കേറൂല, അങ്ങനെ തുറസായ സ്ഥലല്ലേ. കളിക്കാൻ പോയിക്കോളാം. ചെയ്യാറുണ്ടമ്മ, എന്താവും കൈപ്പുണ്യം കൂടി ഉണ്ടാവും. അമ്മ ഈ ചട്ടിക്ക് എത്ര പഴക്കണ്ട് പറഞ്ഞ എത്ര കൊല്ലം? ഇവിടുന്ന് അങ്ങോട്ടുള്ള വർത്താനം മ്യൂട്ടാക്കിക്കണം. ഭയങ്കര കളിയാക്കലും ഇതൊക്കെയായിരുന്നു. അതായത് ചട്ടിയുടെ പഴക്കവും പിന്നെ ഏകദേശം എന്റെ പ്രായത്തിന്റെ ഒക്കെ ചർച്ചയായിരുന്നു. നമ്മളെ പ്രായമൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വഴി ഷോർട്സിലൊക്കെ ഇട്ട് പറഞ്ഞാണ്. എന്നാലും ഞാൻ ആ പുറങ്ങ് മെല്ലെ മ്യൂട്ടാക്കി വെച്ചാണ് കേട്ടോ. അമ്മാരി വിറ്റായിരുന്നു. അതുകൊണ്ടാ പരിക്കപ്പിലാവിലെ വീഴുണ്ട്, പച്ചപ്പിലാവിലെ ചിരിക്കൂലേ, ആ പച്ചപ്പിലാവിലെയാണ് ഇതായി നിന്ന് അവിടെ നിന്ന് കിളിക്കണത്. അവള് തൊട്ട് പുറകെ തന്നെ ഉണ്ട് എന്റെ. എന്നാലും അവൾക്ക് എന്റെ വയസ്സ് കൂടുന്നത് ഓർക്കുമ്പോ ഇല്ലാത്തൊരു അറുമാന്താണ്. അച്ഛ അപ്പൊ കുറച്ചേരം ഞങ്ങളടുത്ത് വന്ന് ഇങ്ങനെ കൂട്ടം കൂടുകയാണ് കേട്ടോ. അപ്പൊ വർത്താനം പറഞ്ഞ ഹരത്തില് ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാല് ചട്ടുക മെല്ലെ അച്ഛയുടെ കയ്യിലോട്ട് കൊടുത്തു. എന്നിട്ട് സോപ്പ് ഇട്ടിട്ട് അച്ഛനെ കൊണ്ട് പായസം ഇളക്കിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ ആ വർത്താനം പറഞ്ഞ അരം കൊണ്ട് അറിയാതെ പായസം ഇങ്ങനെ ഇളക്കി തന്നെയാണ്. ഇടയിൽ ഓർമ്മ വന്നു കേട്ടോ, അച്ഛനെ ഞങ്ങൾ ട്രാപ്പ് ആക്കിയിരിക്കുകയാണ് എന്നുള്ളത്. അപ്പൊ തന്നെ അത് വിളിച്ചറിയും ചെയ്തു. എല്ലാവർക്കും പറ്റില്ലേ പണ്ട് കാലത്ത് മക്കൾ അമ്മ പറഞ്ഞാ കേട്ടിട്ടില്ലെങ്കിലേ ചേച്ചിനടക്ക് പോണ അവിടെ ഉണ്ട് സ്ഥലം, അവിടെ കൊണ്ടേക്കും. അതിന് അയാളെ കൊണ്ടേക്കിട്ട് കല്ലാലോട് പോയില്ലോ. അച്ഛങ്ങോട്ട് പോലുണ്ടോ? എന്റെ ആദ്യം എപ്പോഴും പറയൂട്ടോ, എന്റെ അമ്മ അവിടെ ചെന്ന് ഓരോ ചളി അടിക്കോ കേട്ടിട്ട് അമ്മടെ അനിയത്തിയും ചേച്ചി അമ്മടെ എല്ലാവരും ഇങ്ങനെ ചിരിക്കും. അമ്മ അത് കേട്ടോ പിന്നെയും ഹാരം കൊണ്ടിട്ട് വീണ്ടും ചളി അടിച്ചോണ്ടേയിരിക്കും. അമ്മ അങ്ങനെയൊന്നും ചളി അടിക്കരുത്, അതൊന്നും കേട്ടാ ചിരിന്നെ വരൂല. പിന്നെ ഓലിങ്ങക്ക് സങ്കടം ഉണ്ടാച്ചിട്ട് ചിരിക്കാവുന്നു. ഓൻ പറഞ്ഞതില് കാര്യമുണ്ട് എന്നുള്ളത് ഈ വീഡിയോയുടെ ഓഡിയോ കേട്ടപ്പോ ഇക്കും തോന്നിട്ടോ. ഒരു പ്രസാദം കൂടിയും കൊടുന്നില്ല കേട്ടോ. ആ ചന്ദനം വാങ്ങുന്ന സ്ഥലം കുറി കൊടുന്നു, കുറിയുടെ ഡാൻസ് ഉണ്ടായില്ലേ ഇക്കുറി, മനസ്സിലായി. അതിന്റെ ഇവിടുത്തെ സൗകര്യങ്ങളത് അവിടെ ചീട്ടാക്കുന്ന സ്ഥലം, മേടിക്കുന്ന സ്ഥലം ഞാൻ കണ്ടു. ചീട്ടാക്ക ഉള്ളിലേ നാലമ്പലത്തിന്റെ ഇപ്പുറത്തുള്ള തൊഴുകില്ലേ ഉള്ളു കേറിയിട്ട് എന്ത് സൂര്യ സൂര്യ അതാ പറഞ്ഞു. തേങ്ങ അരച്ച കറിയാണോ? തേങ്ങ എനിക്ക് രണ്ടും ഇഷ്ടം. എനിക്കൊന്നും ഇഷ്ടമല്ലായിട്ടൊന്നുമില്ല. എനിക്ക് രണ്ടും ഇഷ്ടം. മത്തിക്കറി ഇഷ്ടം. ഇതെന്ത് കറിയാ? അല്ല എന്തായാലും തേങ്ങ അരച്ച മീൻ കറിയല്ലേ, നല്ല രസം. അങ്ങനെ വെക്കലില്ലോ വത്തറേ. അത്തോട് കട്ടിച്ച് എപ്പോഴും കഴിക്കാറുണ്ട്. നമുക്ക് നല്ല ഇഷ്ടമാകുന്നുണ്ട് ഇപ്പൊ. എന്റെ തലച്ചേച്ചി മേലെപ്പാത്ത് ഉണ്ട് കേട്ടോ വലിച്ചറോടെ. ഞങ്ങൾ ഊണഴിക്കല് കഴിഞ്ഞിട്ടാണ് ഓളെത്തിയത്. ഓളില്ലെങ്കിലും ഓളെ പറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നുണയും പറഞ്ഞാലും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നെ എന്റെ ഒരു എപ്പോഴത്തെയും ഹോബിയാണ്. ഇത് കണ്ടോ ഇങ്ങനെ അടുക്കള പുറത്ത് തിണ്ടത്തെ ഞങ്ങൾ ഇരിക്കുകയാണ്. തിണ്ടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും കഴിഞ്ഞല്ലോ ഓണത്തിന് ഞാട്ടൊരു വ്ളോഗ് ഉണ്ട്. ആ ഒരു വ്ളോഗിന്ന് നിക്കൊല്ലപ്പോ ഒരു ഓണാകുമ്പോ ഒരു വ്ളോഗ് എടുക്കുമ്പോഴാണ് ആ ഒരു വ്യത്യാസം ശരിക്കും മനസ്സിലാവുക. സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ഇത്രമേൽ എത്തിട്ടോ. കഴിഞ്ഞ കൊല്ലം ഓണത്തിന് ഞാൻ ഉമ്മർത്തിരുന്നിട്ട് ഫോട്ടോ ഇട്ടിരുന്നു ഫേസ്ബുക്കില്. അപ്പൊ ഇങ്ങനെ പണി തീരാത്ത വീടല്ലേ, എത്രയും പെട്ടെന്ന് പണി തീരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്ന മാതിരി നല്ല കമന്റ്സ് ഒക്കെ ഇട്ടു. ചിലവര് എന്താണ് ലൈക്കിന് വേണ്ടിയിട്ട് പണിതീരാത്ത വീട് കാണിച്ച അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ എന്തെന്തൊക്കെ പറഞ്ഞാലും സർവേശ്വരന്റെ അനുഗ്രഹം കൊണ്ട്
കുറെ പേര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു പ്രാർത്ഥന കണക്ക് നമ്മുടെ വീടിന്റെ പണിയൊക്കെ മുക്കാലും കഴിഞ്ഞു. ഇനി അല്ലറ ചില്ലറ പണിയുള്ളൂ. അതെല്ലാം അടുത്ത കൊല്ലം ഓണാകുമ്പോഴത്തേക്കും തീർന്നു കിട്ടും, ഉറപ്പാണ് അത്. ഇതിന് ഭഗവാൻ അച്ഛനെ അമ്മേനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരിച്ച് നമ്മള് ബസ്സൊക്കെ കയറി നമ്മുടെ ചെർപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ഒരു ഓട്ടോയും വിളിച്ച് പോകുന്ന വഴിയാണ്. അപ്പൊ പാലുണ്ടായിരുന്നില്ല ചായക്ക്, അപ്പൊ ഒരു പാക്കറ്റ് പാല് വാങ്ങിച്ചു. അത്ര തന്നെ ഉള്ളൂ. ഏട്ടനെ വിളിച്ചപ്പോ ആള് വീട്ടിൽ ഹാജരാണ്, വേഗം വരൂ, ചായ കുടിക്കണം എന്നും പറഞ്ഞിട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു എന്റെ വീട്ടിൽ പോയ കുറച്ച് വിശേഷങ്ങൾ. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കേ. അപ്പൊ ഇനി നമുക്ക് ചെർപ്പശ്ശേരി വ്ളോഗില് കാണാട്ടോ. എല്ലാവർക്കും നല്ലൊരു ടാറ്റ ടാറ്റ ബൈ ബൈ.